കോൺഗ്രസിന്റെ ദേശീയ നേതാവുമായ ശ്രീമതി പ്രിയങ്കാജി, വേദിയിലിരിക്കുന്ന എൻ്റെ ബഹുമാന്യ സുഹൃത്ത് AP അനിൽകുമാർ MLA, വേദിയിലിരിക്കുന്ന DCC പ്രസിഡന്റ് BS ജോയ്, KB സെക്രട്ടറി AP നൌഷാദ് അലി, പ്രിയപ്പെട്ട അധ്യക്ഷൻ അബ്ദുള്ളക്കുട്ടി, പ്രിയപ്പെട്ട ഗഫൂർ കുർമാളൻ, സഫർ അടക്കമുള്ള വേദിയിലിരിക്കുന്ന നേതാക്കന്മാരെ, പ്രിയപ്പെട്ട ബൂത്ത് കമ്മിറ്റി ചെയർമാൻ, കൺവീനർമാർ, പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല. പ്രിയങ്കാജി ഇവിടുന്ന് 4 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച് ഡൽഹിയിൽ പോയപ്പോൾ, ഡൽഹിയിൽ ഞങ്ങളുമായി ഒരു മീറ്റിംഗ് കൂടിയപ്പോൾ ഞാൻ തന്നെ ഒരു സജഷൻ പറഞ്ഞു, ബൂത്ത് കമ്മിറ്റി ചെയർമാൻ കൺവീനർമാരുമായി ഒരു ഇന്ററാക്ഷൻ നടന്നു. അത് അവർ സ്വീകരിച്ചു. ഈ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലും അവർ വന്ന് നമ്മുടെ ബൂത്ത് കമ്മിറ്റി ചെയർമാൻ കൺവീനർ കണ്ട് നിങ്ങളെ കണ്ട് നന്ദി പറയാനാണ് വന്നത്. നിങ്ങളാണ് തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചത്, നിങ്ങളാണ് തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ചുക്കാൻ പിടിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളെ കാണാൻ കൂടെ വന്നിട്ടുള്ളത്. ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല. ഞാൻ പ്രിയങ്കാജിനോട് പറഞ്ഞു, നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. 3 കാര്യങ്ങളാണ് ഈ മണ്ഡലത്തിൽ. വി വാണ്ട് ദ സെൻട്രൽ അസിസ്റ്റൻസ്, വൺ ദ കീവർപ്പ് പഞ്ചായത്ത്. So 4 wards suffering when the flood is coming. 4 town is up to 6 feet and 8 feet to the flood. So we are submitting one proposal to state government through state government to central to propose one deep irrigation project, one lift irrigation. That's a cost will be 50 crores. We will come to Delhi and to meet you and to submit the motion. Then second is here to Chalia River and to Chalia and Edavanna, Kavanur, Arikod, Kimaru. Then go to Murjamat. There's one tourism hidden place. One that tourism hidden. That's the second important to us. Because 40% will give the state government, 60% central fund will come to 60% from the central. That's two the major issues in this constitution. Other will because ഞാനിത് പറയാൻ കാരണം അറിയോ, സെൻട്രൽ ഗവൺമെന്റ് അധികം റെയിൽവേക്ക് മാത്രമേ MP-ക്ക് സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് നേരിട്ട് ഒരു ഫണ്ട് വേണ്ടി. നമുക്ക് റെയിലില്ല. We have no rail, so we are not getting the railway fund. But we have precise the state fund to throw to the MP, then we'll get this project very immediately. That's all is your right. കൂടുതലായി ഞാൻ ഒന്നും തന്നെ പറയുന്നില്ല. നമുക്ക് നല്ലൊരു വിജയം, 65,000 വോട്ട്സിന്റെ മാർജിൻ നമ്മുടെ ചെറിയ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എറണാകുളം നിയോജകമണ്ഡലത്തിൽ പ്രിയങ്കാജിക്ക് നൽകിയ നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്തു. അവര് ഇവിടെ ഉണ്ടാവും. ഒരുപാട് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി മാർച്ചിൽ നോമ്പാണ്, ഏപ്രിൽ മാസത്തിൽ വരും. പരിപാടി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അതിനൊക്കെ അവർ പൂർണ്ണമായി സഹകരിക്കും. പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഷീസ് എ നാഷണൽ ലീഡർ. അപ്പൊ അതിന്റെ ആ വക്രാസം, അതിന്റെ ഗാംഭീര്യം എല്ലാവരും ഉൾക്കൊള്ളണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി വിജയിപ്പിച്ച നിങ്ങൾ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ജയ്.